ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 22-ാം വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 22-ാം വാക്യം മുതൽ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എനിക്കൊരു എളുപ്പാട് കിട്ടിയിരിക്കുന്നു. ദൈവദൂതൻ വന്ന് എന്നോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുശബ്ദം എന്നെ കേൾപ്പിച്ചിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ശബ്ദം, ദൈവം തന്നിരിക്കുന്ന വചനം എന്താണ്? ധൈര്യത്തോടിരിപ്പീൻ എന്നാണ്, ഭയപ്പെടരുത് എന്നാണ്. പൗലോസേ, ഭയപ്പെടരുത്. പൗലോസേ, ധൈര്യത്തോടിരിപ്പീൻ. സെന്റ് പോൾ പറയുകയാണ്. സെന്റ് പോൾ പറയുന്ന ഹൃദയസ്പർശിയായൊരു വാക്കാണ് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടാതിരിപ്പീൻ, ധൈര്യത്തോടിരിപ്പീൻ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. നിൻ്റെ പ്രാണന് ഹാനി വരികയില്ല. നിങ്ങൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന 276 പേരുടെയും പ്രാണന് ഹാനി വരികയില്ല. 276 പേരുള്ള ഒരു കൂട്ടം ആളുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. ആർക്കും ദോഷം വരികയില്ല. അങ്ങ് കടലിൽ അലകളുടെ മീതെ ഈ കപ്പലങ്ങ് അലയുകയാണ്. കപ്പൽ ആടി ഉലയുകയാണ്. തിരമാലകൾ തള്ളിക്കയറുകയാണ്. കടലോളങ്ങൾ കപ്പലിനെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റ് തിമിർത്ത് വീശുകയാണ്. ആ കൊടുങ്കാറ്റിൽ കപ്പൽ മുങ്ങിപ്പോകുമെന്ന സ്ഥിതിയായി കഴിഞ്ഞിരിക്കുന്നു. പൗലോസും കൂടെയുള്ളവരും അതിലധികം പേരും തടവുകാരാണ്. പൗലോസിന് ഈ കപ്പലിൽ പോകാൻ ഇടയായ കാരണം യെരൂശലേമിൽ നിന്ന് പൗലോസിനെ കൂടുതൽ വിസ്താരത്തിനും ശിക്ഷയ്ക്കും വേണ്ടി റോമിലേക്ക് അയക്കുന്നതാണ്. റോമിൽ അവിടെ കൈസറുടെ മുമ്പിലേക്ക്, സീസർ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് പൗലോസിനെ കുറ്റവാളിയായി കൊണ്ടുചെന്ന് ആക്കുവാനും സീസർ ചക്രവർത്തി പൗലോസിന് ശിക്ഷ കൊടുക്കുവാനുമായി അയക്കുകയാണ് യെരൂശലേമിൽ നിന്ന്. നിങ്ങൾക്കറിയാമായിരിക്കും, യെരൂശലേം എന്ന ആ നഗരം യഹൂദ്യ നാട്ടിലാണ്. യഹൂദ്യ നാട് അന്ന് റോമൻ സീസറുടെ ആധിപത്യത്തിന് കീഴിലാണ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. റോമൻ സാമ്രാജ്യം യഹൂദ്യ നാട് വാഴുകയാണ്. റോമിലെ കൈസർ, സീസർ ചക്രവർത്തി ഒരു ഗവർണറെ യഹൂദ്യ നാട് വാഴുവാനാക്കിയിട്ടുണ്ട്. അതാത് കാലത്ത് നാടുവാഴികളാക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. യഹൂദ്യ നാട് വാഴുന്ന ഗവർണർ, ആ ഗവർണറുടെ കീഴിലുള്ള സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, അങ്ങനെയുള്ള പട്ടാളക്കാർ അവരെപ്പോഴും ജാഗരൂകരായിരുന്നു. യെരൂശലേമിൽ, യഹൂദ്യ നാട്ടിലൊക്കെയും, വിശേഷിച്ചും യഹൂദ്യ നാടിൻ്റെ തലസ്ഥാനമായ യെരൂശലേമിൽ യഹൂദന്മാരുടെ വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയമുണ്ട്, യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിൽ കൂടി വരുന്നതായ യഹൂദന്മാർ കൈസർക്കെതിരെ വിപ്ലവം സംഘടിപ്പിക്കും എന്നുള്ള ഭീതി ഉണ്ടായിരുന്നു കൈസർക്ക്. യഹൂദന്മാർ ബുദ്ധിശാലികളാണ്, അവരെ ഒട്ടും പിറകോട്ട് മാറുന്നവരല്ല എന്ന് സീസർ ചക്രവർത്തിക്ക് അറിയാം. അതുകൊണ്ട് ഈ യഹൂദന്മാരെ വിപ്ലവം സംഘടിപ്പിച്ചാൽ കൈസറുടെ സാമ്രാജ്യത്തിന് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് എപ്പോഴും അവിടെ ആക്കിയിരുന്ന പട്ടാളക്കാർ ജാഗരൂകരായിരുന്നു.
അവിടെയുള്ള യഹൂദന്മാരിൽ തന്നെയുള്ള യെരൂശലേം ദേവാലയത്തിൽ തന്നെയുള്ള മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും അവിടുത്തെ സിന്നഡ് മുഴുവനും, സന്നദ്ധരി സംഘം സിന്നഡ് മുഴുവനും പാവപ്പെട്ട പൗലോസിനെതിരായി തീർന്നു. സിന്നഡ് മുഴുവൻ എതിരായ പിന്നെ എന്ന് വെച്ചാൽ യഹൂദനായ പൗലോസിനെതിരായി സിന്നഡ് മുഴുവൻ, അതേ ജാതിയിൽപ്പെട്ടവർ, അവരുടെ നേതൃസ്ഥാനത്തുള്ളവരെല്ലാം എതിരായി എന്ത് ചെയ്യും? പൗലോസ് എന്ത് ചെയ്യും? പൗലോസിനെ അവർ വിസ്തരിച്ച് എങ്ങനെയും വകവരുത്തണമെന്ന് തീരുമാനിച്ചു. പക്ഷേ പൗലോസ് പറഞ്ഞു, ഈ നാട് വാഴുന്നത് കൈസറാണ്, ഈ നാട് വാഴുന്നത് സീസർ ചക്രവർത്തിയാണ്, ഞാൻ സീസറെ അഭയം ചൊല്ലുന്നു. എന്നെ സീസർ ചക്രവർത്തി വിസ്തരിക്കട്ടെ. നിങ്ങളീ പറയുന്ന കുറ്റങ്ങൾ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ സീസർ ചക്രവർത്തി വിസ്തരിക്കട്ടെ. അദ്ദേഹം വിസ്തരിച്ചിട്ട് കുറ്റമുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കാം. നിങ്ങൾ ഇല്ലാത്ത കുറ്റം എൻ്റെ മേൽ ചുമത്തി എന്നെ കൊല്ലാൻ നോക്കരുത്. പൗലോസ് വാദിച്ചു. അപ്പോൾ കൈസറെ അഭയം ചൊല്ലി എന്നുള്ളത് കൊണ്ട് സിസറിയയിലേക്ക്, റോമിലേക്ക് ഈ പൗലോസിനെ അയക്കേണ്ടി വന്നു. അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്ത് പോവുകയാണ്. കപ്പലിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കപ്പലിൻ്റെ നേരെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അതാണ് നാം 27-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം ശരിയായിട്ട് വായിച്ചാൽ നാം വിശ്വാസത്തിൽ ഉറയ്ക്കും. വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ നമുക്കവിടെ കാണാം. കപ്പലോട്ടം വളരെ വിഷമമായിപ്പോയി. ഒരിടത്തുനിന്ന് ഒരു രക്ഷപ്പെട്ട് ഒന്ന് മാറിയാൽ അപ്പോഴേക്കും വേറൊരു ആപത്ത് വന്നു, അവിടെ നിന്ന് മാറിയാൽ വേറൊരു ആപത്ത് വന്നു. ഇങ്ങനെ വിഷമിച്ചാണ് യാത്ര. വളരെ കോളിളക്കമുള്ള കടലിൽ കൂടിയാണ് യാത്ര. വെള്ളത്തിൻ്റെ ഓളങ്ങളും തിരമാലകളുടെ ഭീകരമായ ആക്രമണങ്ങളും എല്ലാമായി കപ്പലിങ്ങനെ ആടി ഉലയുകയാണ്. വായിക്കുന്നത് ഇങ്ങനെയാണ്, 12-ാം വാക്യം വായിക്കൂ. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപ്പര്യം സാധിച്ചുവെന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിൻ്റെ മറപറ്റിയോടി. തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, വലിയ കാറ്റൊന്നുമില്ല, ശാന്തമാണ്, കടൽ ശാന്തമാണ്, ശാന്തമായിരിക്കുന്നു, സുഖമായി യാത്ര ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് താല്പര്യം സാധിച്ചു, യാത്ര സുഖമായിട്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നങ്കൂരമെടുത്തു. ക്രേത്ത എന്ന് പറഞ്ഞാൽ ക്രേത്ത ദ്വീപിൻ്റെ മറ പറ്റി അവരോടി. അപ്പോൾ ഒരു ദ്വീപിൻ്റെ അരികത്തുകൂടി ഓരം പറ്റി കപ്പൽ പോയാൽ വലിയ കൊടുങ്കാറ്റ് വരികയില്ല എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോയി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു. എന്താണ് വായിക്കുന്നത്? തെക്കൻ കാറ്റ് നന്നായി ഊതുകയായിരുന്നു, ഇതുവരെ ശാന്തമായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്നാണ് വിധം മാറിയത്, അന്തരീക്ഷം മാറി. എത്ര പെട്ടെന്നാണ് ആകാശം കരിമേഘക്കാറ് കൊണ്ട് വിതുങ്ങിയത്, കരിനീല കാറുകൾ ആകാശത്തങ്ങ് വിങ്ങിയത്. അയ്യോ, പെട്ടെന്ന് അന്തരീക്ഷം മുഴുവൻ അങ്ങ് കറുത്തിരുണ്ടു. ഭയങ്കരമായൊരു കാറ്റ്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പലിന് വിരോധമായി അടിച്ചു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി. പായ്ക്കപ്പലാണല്ലോ, ഇന്നത്തെ പോലുള്ള യന്ത്രസജ്ജീകരണങ്ങളുള്ള കപ്പലല്ലല്ലോ. ആ പായ്ക്കപ്പലിൽ കൊടുങ്കാറ്റടിച്ചപ്പോഴേക്കും കപ്പലങ്ങ് പാറിപ്പോയി. എങ്ങോട്ടോക്കെ ലക്ക് കിട്ട് ഓടിപ്പോയി. ലക്ക് കിട്ടങ്ങ് അതിൻ്റെ ലക്ഷ്യം വിട്ട് മാറിപ്പോയി. കപ്പലങ്ങ് പാറിപ്പോയി. ഇത്ര നേരം ഉണ്ടായിരുന്ന തെക്കൻ കാറ്റ് മന്ദമായി ഊതിയത് മാറിയിട്ട് പെട്ടെന്ന് അന്തരീക്ഷം മാറി, പെട്ടെന്ന് വിധം മാറി, കൊടുങ്കാറ്റ് ആഞ്ഞു വീശി കപ്പലങ്ങ് പാറിപ്പോയി. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് ചില അനുഭവങ്ങൾ തരുന്നത്. വളരെ ശാന്തമായി പോകുന്ന കുടുംബം, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, അല്ല ഭർത്താവിന് മാത്രമേ ജോലിയുള്ളെങ്കിലും സാമാന്യം നല്ല വരുമാനമുണ്ട്, മക്കളുണ്ട്, വലിയ കുഴപ്പമില്ല, ജീവിക്കാൻ മാർഗമുണ്ട്, സാമാന്യം നല്ലൊരു വീടുണ്ട്. എത്ര പെട്ടെന്നാണ് ഒരു ഈശാനമൂലൻ അടിച്ചത്, ഒരു വലിയ കൊടുങ്കാറ്റ്. പെട്ടെന്നാണ് ഒരു മാരകമായ രോഗം. അയ്യോ, എന്തു ചെയ്യും? പെട്ടെന്ന് സ്തംഭിച്ചു പോയില്ലേ, കാര്യങ്ങളെല്ലാം അവതാളത്തിലായി പോയില്ലേ. പെട്ടെന്നൊരു കൊടുങ്കാറ്റ്. വളരെ ശാന്തമായി പോവുകയായിരുന്നു, ഒരുവിധം മാനമര്യാദയായി ജീവിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് ഈ കൊടുങ്കാറ്റടിച്ചു, എല്ലാം തകിടം മറിയുന്നത് പോലെയായി തീർന്നു.
വളരെ ശാന്തമായൊരു ജീവിതമായിരുന്നു. പെട്ടെന്നാണ് ഭർത്താവ് കടന്നുപോയത്. ഒട്ടും നനച്ചിരുന്നില്ല, ഒട്ടും വിചാരിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ശാനമൂലിനടിച്ച് വലയുന്നവരാരെങ്കിലും ഉണ്ടോ ഈ വാക്കുകൾ കേൾക്കുന്നത്? ജീവിതത്തിൽ താങ്ങാനാവാത്ത വിപത്തുകൾ വന്ന് മനസ്സ് നൊന്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നൊരു ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ഉള്ളുരി കഴിയുന്നവരുണ്ടോ? ആരോഗ്യം പോയി രോഗം വന്നു, താങ്ങാൻ വയ്യാത്തൊരു അത്യാഹിതമാണ് വന്നത്, നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? ബിസിനസ്സിൽ കനത്ത നഷ്ടം വന്നു, പൈസ നഷ്ടപ്പെട്ടു, അയ്യോ ഇന്ന് കടം കൂടിപ്പോയി, എന്ത് ചെയ്യും? ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല, ഭാരത്തോടിരിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നല്ലപോലെ പഠിക്കുന്ന മോനായിരുന്നു. അവൻ നല്ലപോലെ പഠിക്കും, വലിയ പ്രതീക്ഷയായിരുന്നു. പഠിച്ച് മിടുമിടുക്കനായിത്തീരും, നല്ലൊരു വരുമാനം വീട്ടിലുണ്ടാകും, നല്ല ആഭിജാത്യത്തോടെ ജീവിക്കാം എന്നെല്ലാം അപ്പനും അമ്മയും സ്വപ്നം കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് കാര്യം മാറിയത്. മോനിപ്പോൾ പഠിക്കുന്നില്ല, അവന് വായിക്കണം തോന്നുന്നില്ല. അവൻ പലപ്പോഴും നിരാശനായി ദുഃഖിതനായി ഇരിക്കുകയാണ്. അവൻ മൗനിയായിപ്പോയി, മിണ്ടാട്ടമില്ല. എന്തു പറ്റി? മിണ്ടില്ല. മോനെ നിനക്ക് എന്തു പറ്റി? മിണ്ടുകയില്ല. പഠിക്കാൻ തോന്നുന്നില്ല. എന്തിയോ കാരണം? എനിക്ക് വായിക്കാൻ തോന്നുന്നില്ല. എന്താ നിനക്ക് തോന്നാത്തത്? എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ചില കുടുക്കുകളിൽ പെട്ടുപോയി, ചില കുരുക്കുകളിൽ പെട്ടുപോയി, ചില അരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ നിരാശയായി. ബാക്കി നിരാശ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിരാശ വരാൻ പല കാരണങ്ങളുണ്ടായി. ഒരുപക്ഷെ ആ പെൺകുട്ടി വേറൊരാളുടെ കൂടെ വിവാഹത്തിന് തയ്യാറായി പോയതായിരിക്കാം നിരാശയ്ക്ക് കാരണം. ഒരുപക്ഷെ അവൾ ഇത്രയും വലിയ സ്നേഹത്തോടെ അവനെ ദേവനെ പാലേ എന്ന് പറഞ്ഞിരുന്ന പെണ്ണ് ഇപ്പോൾ വേറൊരുത്തൻ്റെ ഭാര്യയായി തീരുന്നു. അവന് സഹിക്കാൻ വയ്യ. അങ്ങനെ നിരാശയായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവനോട് അവിശ്വസ്തത കാണിച്ച് വേറൊരുൻ്റെ കൂടെ ഇപ്പോൾ നിരന്തരം അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും അവൻ കാണുന്നത്. അതായിരിക്കാം. അതല്ല അവന് പെട്ടെന്ന് വന്നതായ പ്രയാസം. ഇതൊന്നുമല്ല. അതിനേക്കാൾ വലുത് അവനെ പിടിച്ചു നിർത്തി ആരെങ്കിലും മയക്കുമരുന്ന് കുത്തിവെച്ചതായിരിക്കാം. പിടിച്ചു നിർത്തി. കോളേജ് ഹോസ്റ്റലിൽ മറ്റേ സീനിയർ സ്റ്റുഡൻസ് വന്ന് വട്ടം കൂടി നിന്നു. അവനെ പിടിച്ചു നിർത്തി. അവനെ രക്ഷപ്പെടാൻ നിർവാഹമില്ല. അവൻ്റെ ദേഹത്തേക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു. പാവം. അതോടെ പോയി അവൻ്റെ കഴിവെല്ലാം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം സംഭവിക്കുന്നു ഇന്ന് ലോകത്ത്, എന്തെല്ലാം സംഭവിക്കുന്നു. ഈ ശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റേറ്റ് വലയുന്നവർ. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, മറപറ്റി ഓടാൻ നോക്കുന്നുണ്ട്. വല്ല വിധേനയും രക്ഷപ്പെടും. നാം വായിച്ചു വരുമ്പോൾ കാണാം, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. ഇരുതാവാക്യം വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടുമിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വളരെ നാളായിട്ട്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഈ ദുരിതം തുടങ്ങിയിട്ട് എത്ര കാലമായി? കർത്താവേ, ഇനി എനിക്ക് ദുരിതം മാറാൻ പോകുന്നുണ്ടോ? എനിക്കൊരു നല്ല കാലം കിട്ടാൻ പോകുന്നുണ്ടോ? കാലം മുന്നോട്ട് പോകുന്നല്ലോ. എനിക്കൊരു വിവാഹം നടക്കാൻ പോകുന്നുണ്ടോ? എനിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നുണ്ടോ? എൻ്റെ ബിസിനസ് നേരെയാകാൻ പോകുന്നുണ്ടോ? എൻ്റെ കർത്താവേ, എനിക്ക് സ്വന്തമായി ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുന്ന ഒരു കാലം കിട്ടുമോ? സ്വന്തമായി ഒരു കൊച്ചു വീട് പണിയാനുള്ള കാലം കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. മനസ്സൂക്ഷിച്ച് കലങ്ങി കഴിയുകയാണ്. വളരെ നാളായിട്ട് സൂര്യനെ കാണാതിരിക്കുന്നു. ഒരു ദർശനമില്ല, സൂര്യനെ കാണുന്നില്ല. ബന്ധം നഷ്ടപ്പെട്ടു പോയി. ആത്മാവിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയി. വളരെ നാളായിട്ട് ബന്ധം നഷ്ടപ്പെട്ടവർ, കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. നീതി സൂര്യനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. സ്വർഗത്തിൽ നിത്യനായ രാജാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഏതോ ഒരു വലിയ പാപത്തിൽ കുടുങ്ങിപ്പോയി. ഏതോ ഒരു കൊള്ളരുതാത്ത ബന്ധത്തിൽ കുടുങ്ങിപ്പോയി. അശുദ്ധമായ ജീവിതത്തിൽ കുടുങ്ങിപ്പോയി. അപകടം പറ്റിപ്പോയി. ഒരു ബലഹീന നിമിഷത്തിൽ അപ്പോൾ നൈമിഷിക രസത്തിന് വേണ്ടി, നൈമിഷിക സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ രസത്തിന് വേണ്ടി പാപത്തിലേക്ക് ആണ്ടുപോയി. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് എന്താണ് തോന്നിയത്? ഞാൻ എന്തുകൊണ്ടാണ് കോപിച്ചത്? അത്രയും ഭയങ്കരമായി ഞാൻ കോപിച്ചതുകൊണ്ടല്ലേ പെട്ടെന്ന് ഞാൻ കത്തി എടുക്കേണ്ടി വന്നത്? അത്രയും ഭയങ്കരമായി കോപിച്ചതുകൊണ്ടല്ലേ പെട്ടെന്ന് മഹാഭീകരകൃത്യം ചെയ്യേണ്ടി വന്നത്? എൻ്റെ ദൈവമേ, ഇപ്പോൾ ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ഭാരത്തോടിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വളരെ നാളായിട്ട് സൂര്യനെ കാണാതെയും, സൂര്യനെ മാത്രമല്ല നക്ഷത്രങ്ങളെയും കാണുന്നില്ല. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു. നടുക്കടലിലാണ്. നോക്കിയാൽ നോക്കെത്താത്ത സമുദ്രം, പെരുവെള്ളം. ആകെ കേൾക്കാം, കാതിൽ കേൾക്കാം. വെളിച്ചമില്ല, കാതിൽ കേൾക്കാം ആ ആരവാരം, കടലലകളുടെ ആരവാരം, തിരമാലകളുടെ ആരവാരം കേൾക്കാം. അതേ ഉള്ളൂ, മറ്റൊന്നും കേൾക്കാനില്ല. ഏങ്ങലടികൾ കേൾക്കാം. ഭാര്യ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയുന്നു, ഭർത്താവ് വേറെടുത്ത് ഇരുന്ന് കരയുന്നു, മക്കൾ വേറെടുത്തിരുന്ന് കരയുന്നു. ആരവാരം, കൊടുങ്കാറ്റിൻ്റെ ആരവാരം.
എന്നും ദുരിതം, എന്നും ദുഃഖം, എന്നും വിഷാദം, എന്നും നിരാശ. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഡോക്ടർ ലൂക്കോസ് ഉണ്ട്. ഞാൻ ഡോക്ടർ ലൂക്കോസ് എന്ന് പറയാൻ കാരണം ആ ലൂക്കോസ് വൈദ്യനാണ്. ഡോക്ടർ ലൂക്കോസ് ആ കൂടെയുണ്ട് അപ്പോസ്തലൻ്റെ കൂട്ടുകാരനായിട്ട്. ഈ ഡോക്ടർ ലൂക്കോസ് ഉണ്ട്. ഡോക്ടർ ലൂക്കോസാണ് ഈ പുസ്തകം എഴുതിയത്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. ഇദ്ദേഹം എഴുതുകയാണ്, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി, രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. വളരെ നാളായിട്ട് സൂര്യനെ കാണുന്നില്ല, ഇനി ആശയ്ക്ക് വകയില്ല, എല്ലാം തീർന്നു. അവരെന്ത് ചെയ്തു? അവർ കപ്പൽ കോപ്പെല്ലാം കടലിലേക്ക് എറിഞ്ഞു. എല്ലാം ഇനി ആശിച്ചിട്ട് കാര്യമില്ല, ഇനി തുഴഞ്ഞിട്ടും കാര്യമില്ല, എല്ലാം താഴെ എറിഞ്ഞു, വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഇനി എല്ലാ പ്രതീക്ഷയും തീർന്നു. ജീവിതത്തിൻ്റെ അധ്യായം ക്ലോസ് ചെയ്തു. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തകർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തകർന്നവർ, നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ ഒരു കൊടുങ്കാറ്റ് കാണാം. ഇപ്പോൾ നോക്കിയാൽ ആ കൊടുങ്കാറ്റ് ഗോകുൽത്തായിലെ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് കാൽവരി മലയിലെ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് രാജാധിരാജൻ നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ, ജീവനുള്ള ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുങ്കാറ്റേറ്റ്, യാതനയുടെ കൊടുങ്കാറ്റേറ്റ്, ദുരിതങ്ങളുടെയും വേദനയുടെയും കൊടുങ്കാറ്റേറ്റ്, നിന്ദയുടെയും ആക്ഷേപത്തിൻ്റെയും കൊടുങ്കാറ്റേറ്റ്, പരിഹാസത്തിൻ്റെ കൊടുങ്കാറ്റേറ്റ്, അപമാനത്തിൻ്റെ കൊടുങ്കാറ്റേറ്റ്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന ആ കൊടുങ്കാറ്റിൻ്റെ പ്രതീകം നിങ്ങൾക്കിപ്പോൾ കാണാം. ആ രൂപം നിങ്ങൾക്ക് കാണാം. നോക്കുവീൻ, അവങ്കിലേക്ക് നോക്കുവീൻ, ക്രൂശിലേക്ക് നോക്കുവീൻ. മകളെ, നിന്റെ കൊടുങ്കാറ്റടങ്ങും. മകനെ, നീ ഉയരത്തിലേക്ക് നോക്കുവീൻ, സഹായത്തിൻ്റെ പർവ്വതത്തിലേക്ക് നോക്കുവീൻ. നിന്റെ കൊടുങ്കാറ്റടങ്ങും, നിന്റെ ഹൃദയത്തിൻ്റെ കോളിലൊക്കെ അടങ്ങും, നിന്റെ മനസ്സിൽ ശാന്തത വരും. നിനക്ക് വേണ്ടി നിന്നേറ്റവൻ, നിന്റെ പാപം വഹിച്ചവൻ, നിന്റെ കോപവും നിന്റെ കാമവും നിന്റെ അരുതായികളും നിന്റെ അശുദ്ധികളും നിന്റെ ദിവ്യാഗ്രഹവും നിന്റെ സ്വാർത്ഥതയും നിന്റെ അഹന്തയും നിന്റെ അഹങ്കാരവും നിന്റെ നികളവും നിന്റെ സ്ഥാനമോഹവും എല്ലാം വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ മരിച്ചവനിതാ നിന്റെ മുമ്പിൽ ഇപ്പോൾ നിനക്ക് കാണാൻ ഭാഗത്ത് വന്നിരിക്കുന്നു. അവങ്കലേക്ക് നിങ്ങൾ നോക്കുമോ? അവനെ നിങ്ങൾ കാണുമോ? കൊടുങ്കാറ്റ്, ക്രൂസിലെ കൊടുങ്കാറ്റ്, ക്രൂസിലെ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഒലയുന്ന രക്ഷകൻ ഇതാ കുരിശിന്മേൽ കിടക്കുന്നു. നിങ്ങൾ കാണുവീൻ, അവങ്കിലേക്ക് നോക്കുവീൻ. അവങ്കിലേക്ക് നോക്കിയവർക്ക് പ്രകാശം കിട്ടും. ദൈവത്തിന് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർക്ക് സമാധാനം കിട്ടും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ട് തളർന്ന് അവശതയോടെ മനസ്സ് നൊന്ത് വീങ്ങി ഞാൻ ദൈവത്തിന് വചനം കേൾക്കുകയായിരുന്നു. അതിൻ്റെ 17ാമത്തെ വയസ്സിലാണ്. അന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല. ആ വചനം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട്, എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് പറയുവാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഹൃദയം കർത്താവിന് താഴ്ത്തി കൊടുക്കാൻ ഒരു കൃപ എനിക്ക് ലഭിച്ചു. ജീവിതം വഴിമുട്ടിപ്പോയിരുന്നു. 10ാം ക്ലാസ്സിലെ പഠനത്തോടുകൂടി വിദ്യാഭ്യാസം തീർന്നു പോയിരുന്നു. എൻ്റെ ജീവിതമെല്ലാം അസ്തമിച്ചു പോയിരുന്നു. ഭാവിയുടെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയിരുന്നു. എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങിപ്പോയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഉണർന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തെ തൊട്ടു. അന്ന് തിരുവചനം എൻ്റെ ഹൃദയത്തെ തൊട്ടപ്പോൾ അന്ന് ഞാനവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ അകം ചീഞ്ഞിരിക്കുന്ന കർത്താവേ, ലാസറിൻ്റെ കല്ലറ പോലെ അകത്ത് ചീത്ത വികാരങ്ങൾ, ചീത്ത ചിന്തകൾ, അശുദ്ധി അകത്തുണ്ട്. ചീത്ത മോഹങ്ങൾ, കർത്താവേ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ എല്ലാം അകത്തുണ്ട്. ദ്രവ്യാഗ്രഹമുണ്ട്, സ്ഥാനമോഹമുണ്ട്, കൊള്ളരുതാത്തതായ ചിന്തകളുണ്ട്. കർത്താവേ, പ്രവൃത്തിയിലേക്കൊന്നും ഭാഗ്യവശാൽ പോയില്ല. എങ്കിലും എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം മുഴുവൻ അഴുക്കായിരിക്കുന്നു. ലാസറിൻ്റെ കല്ലറ പോലെ അകം ചീഞ്ഞിരിക്കുന്നു, പുറമേ അഴുക്കില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ വചനം അതായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് ആ ദൈവദാസൻ പ്രസംഗിച്ചത്. അതെൻ്റെ ഉള്ളത്തെ തകർത്തു. ദൈവത്തിന് സ്തോത്രം. 17ാമത്തെ വയസ്സിലാണ്. സ്നേഹിത, ഇന്ന് നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഉള്ളം തകർക്കാൻ യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നിൻ്റെ ഹൃദയത്തെ തുറന്നു കാണിക്കാൻ യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിനെ കൊടുങ്കാറ്റ് മാറ്റാൻ യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. സഹോദരി, നിൻ്റെ അരികത്തേക്ക് യേശു നിൽക്കുന്നുണ്ട്. അവൻ നിന്നെ സ്നേഹത്തോടെ പേർ ചൊല്ലി വിളിക്കുകയാണ്. തകർന്നും തളർന്നും പോയവളെ, നിന്നെ ഉദ്ധരിക്കുവാൻ യേശു നിൽക്കുകയാണ്. നിനക്ക് അഭിവൃദ്ധി തരുവാൻ യേശു നിൽക്കുകയാണ്. നിന്നെ തൊടുവാൻ, നിന്നെ തലോടുവാൻ, നിന്നെ താലോലിക്കാൻ, നിനക്ക് വാത്സല്യം തരുവാൻ, നിന്നെ അരുവയായി ലാളിക്കാൻ യേശു നിൽക്കുകയാണ്. നിൻ്റെ പോരായ്മകൾ തീർക്കുവാൻ, നിൻ്റെ കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങളുടെ മധ്യത്തിൽ ഒരു പുതിയ നാമ്പ്, കിളിർനാമ്പ് പൊടിപ്പിച്ചു തരുവാൻ യേശു നിൽക്കുകയാണ്. ഒരു നറുനാമ്പ് പൊടിയട്ടെ, ഒരു പുതിയ നാമ്പ് കിളിർക്കട്ടെ, ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ. യേശുവിനായി ജീവിതം കൊടുക്കുവീൻ. കൊടുങ്കാറ്റേറ്റ് വലഞ്ഞവൻ
യജമാനെ, ഇപ്പോൾ നിങ്ങൾ വിളിക്കുവീൻ, യേശുവേ നീ എൻ്റെ അരികിലേക്ക് വരണമേ. നാളുകളായി സൂര്യനെ കാണുന്നില്ല, സൂര്യനോട് ബന്ധമില്ല, സൂര്യ വെളിച്ചമില്ല, പ്രകാശമില്ലാത്ത ജീവിതം, അന്ധകാരം നിറഞ്ഞ ജീവിതം, നിരാശമുറ്റിയ ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, അസ്വസ്ഥത തങ്ങിയ ജീവിതം, ദൈവമേ കലഹമുള്ള ജീവിതം, വൈരാഗ്യവും പകയും മുഷ്ടിലുമുള്ള ജീവിതം. കർത്താവേ, ഈ ജീവിതത്തിലേക്ക് സ്നേഹത്തിന് നിധിയായ യേശുവേ നീ എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങളെ തന്നെ സമർപ്പിക്കൂ, യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുവീൻ. യേശുവിനോട് പറയുവീൻ, യേശുവേ ഇന്ന് മുതൽ നാഥ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ തലകളെ വണക്കം. ഹല്ലേലൂയ. നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമുക്ക് യാചിക്കാം. യേശുവേ എന്നോട് മനസ്സറിയണമേ. എൻ്റെ യേശുവേ, പിശാചിനിടം കൊടുത്തുകൊണ്ട് ജീവിച്ചു പോയി കർത്താവേ, സാത്താൻ്റെ അടിമയായി ജീവിച്ചു പോയി കർത്താവേ, പാപത്തിൻ്റെ ദാസനായി പാപത്തിൻ്റെ ദാസിയായി ജീവിച്ചു പോയി കർത്താവേ, ക്ഷമിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുലാവിൽ ഒഴിയ തിരുരക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. യേശുവേ നീ രണ്ടാമത് വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. യേശുവേ നീ വീണ്ടും വരുമ്പോൾ ഈ പാവിയായ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. ഇന്ന് എനിക്ക് രക്ഷ തരണമേ. ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങളിപ്പോൾ? നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തുവീൻ. യേശുവിന് പറയുവീൻ, യേശുവേ ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ കരത്തിൽ നീ പിടിക്കണമേ. എന്നെ ഈ ചേറ്റുകുഴിയിൽ നിന്ന് ഉയർത്തണമേ. എന്നെ ഈ പാപച്ചേറിൽ നിന്ന് ഉയർത്തണമേ. എന്നെ അന്ധകാര കൂപത്തിൽ നിന്ന് ഉയർത്തണമേ. എനിക്കൊരു നല്ല കാലം തരണമേ. സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റണമേ. നിത്യജീവൻ്റെ ഉറപ്പെനിക്ക് തരണമേ. പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് തീരുമാനത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് യേശുവിനോടൊരു വാക്ക് പറയാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പുതിയ നാമ്പുകൾ കിളിർപ്പിച്ച് തന്നതിനായി സ്തോത്രം. പുതിയ പ്രത്യാശയുടെ നറുമുട്ടുകൾ വിരിയിച്ചു തന്നതിനായി സ്തോത്രം. യേശുവേ, പുതിയ അധ്യായം തുടങ്ങിയതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ, ശുഭഭാവി നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.